ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഒരു വെറൈറ്റി ടിഫിൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം ഉണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ഇന്നും ഒരു ഞാനെന്നും ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇന്നും ഒരു വെറൈറ്റി ടിഫിനാണ് കൊടുത്തുവിടുന്നത്. ഓരോ ദിവസം ഓരോന്ന് കൊടുത്തു വിടണ്ടേ, അതുകൊണ്ട് ഇന്നും ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഒരു ആൻറ്റി പറഞ്ഞായിരുന്നു, ആൻറ്റി ഒരു ചാനലിൻ്റെ അകത്ത് ഇഡലിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നോക്കണേന്ന്. ഞാനത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനൊരു വീഡിയോ എനിക്ക് കാണുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു ആൻറ്റി അടുത്ത് അതിൻ്റെ ലിങ്ക് ഒന്ന് സെൻഡ് ചെയ്താൽ കാണാമായിരുന്നല്ലോ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഓക്കെ, എന്തുവാ? അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് തലേന്ന് രാത്രിയിലെ അങ്ങ് ചെയ്തു വെക്കുക. കാരണം ഇതെല്ലാം കൂടെ രാവിലെ നമുക്ക് ചെയ്യാൻ സമയം കാണത്തില്ല. ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ടിഫിനൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ അങ്ങ് അല്ല സമയം ഉണ്ടെങ്കിൽ പൊട്ടെന്ന് പറയാം. അപ്പോൾ ഞാനിത് റവയ്ക്കകത്താണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് റവയുടെ കണക്കായി പറയുന്നത്. ഞാനിപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് റവയ്ക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ റവ ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് നമ്മൾ ഉപ്പുമാവിന് ചെയ്യുന്നത് പോലെ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനത് നാളിലൊരു പ്രാവശ്യം ഗോതമ്പ് പൊടിക്കകത്തുണ്ടാക്കിയായിരുന്നു. ഗോതമ്പ് പൊടിക്കകത്തുണ്ടാക്കിയുണ്ടേ റേച്ചാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. റവയ്ക്കകത്താകുമ്പം നല്ല സോഫ്റ്റാണ്. പക്ഷേ നമുക്ക് ഉരുട്ടാൻ എളുപ്പം ഗോതമ്പ് പൊടിക്കകത്താണ്. റവയാകുമ്പോൾ ഇച്ചിരി സമയം എടുക്കും നമുക്ക് ഉരുള ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിതങ്ങ് രാത്രിയിലെ ഈ ഉരുള പരിപാടിയൊക്കെ അങ്ങ് ചെയ്ത് വെച്ചിട്ട് രാവിലെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് റവയും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇവൻ്റെ ഈ ടൈമിങ് ആയതുകൊണ്ട് എനിക്ക് രാത്രിയിലും പെട്ടെന്ന് അങ്ങോട്ട് കാരണം 10 മണിയാകുമ്പോഴത്തേനും അവനെ കിടത്തണം. അതിന് മുമ്പിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം. നേരത്തെ ആണെങ്കിൽ കിടക്കുന്നത് ഒരു 11-12 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും നേരം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സമയമുണ്ടല്ലോ. കാരണം എന്തെങ്കിലുമൊക്കെ അടുക്കള വല്ലതും ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടാൽ പിന്നെ അവൻ ഉണരത്തില്ലേ. അതുകൊണ്ട് എനിക്കിപ്പോൾ സമയം ഇങ്ങോട്ട് വൈകിട്ടും കിട്ടുന്നില്ല. പിന്നെ രാവിലത്തെ എണീക്കുന്നതുകൊണ്ട് ഉച്ചക്കത്തെയൊക്കെ പെട്ടെന്ന് അങ്ങ് ആവും. ആ ഒരു ഇതുണ്ട്. ഇതിപ്പം വെള്ളമൊക്കെ വറ്റി ഇതൊരിച്ചിരി ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷം ഇച്ചിരി ചൂടോടുകൂടി നമുക്കിതുണ്ടാക്കണേ. ഇല്ല, രാത്രിയിൽ ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തതൊന്നും ഉരുട്ടിയതൊന്നും കാണിച്ചില്ല. ഞാനും പോൾമോനൂടെ പെട്ടെന്ന് ഉരുളയാക്കിയത്. എന്നിട്ട് ഞാൻ ഉരുളയാക്കിയിട്ട് ഇതിപ്പം ഇച്ചിരി ഇളം ഇതോടുകൂടി ഞാൻ ഇച്ചിരി നേരം ഒന്നും ഇല്ല ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെയൊക്കെ ഒന്ന് കുഴച്ചായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ കുഞ്ഞു ഉരുളയാക്കിയിട്ട് ഞാനത് ഇഡലി പാത്രത്തിൽ വെച്ചൊരു 10-15 മിനിറ്റോളം ഒന്ന് വേവിച്ച് സ്റ്റീം കയറ്റിയെടുത്തായിരുന്നേ. നമ്മൾ ഈ ഇഡലിയൊക്കെ പുഴുങ്ങത്തില്ല, അതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഈ കാണിക്കുന്ന രാവിലത്തെയാണ്. വൈകിട്ടത്തെ അത്രയും എനിക്ക് കാണിക്കാൻ വിട്ടുപോയി വീഡിയോ. ആ സ്റ്റീം ചെയ്യുന്നതും ഉരുട്ടുന്നതും എനിക്ക് കാണാം. ഞാൻ കാരണം പ്രൈസനെ കിടത്തിയിട്ട് ഞാനും കൊച്ചുകൂടെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചേ കുഞ്ഞു ഉരുള. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന് അത് എന്നിട്ട് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് രാവിലെ ഇപ്പം വന്ന് ഇച്ചിരി ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ട് ഇച്ചിരി സവാളയും ക്യാരറ്റും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് നേരം. പോളിന് ഉരുട്ടൊന്നും പറ്റും. ഞാൻ ചിന്തിച്ചൊരു 10 ആയാൽ അത്രയെങ്കിലും ആവട്ടെ, കുറേ സമയം എടുക്കുമല്ലോ നമുക്കതെല്ലാം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പം അവനത് ചെയ്യാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കൊച്ചിന് കുടിക്കാനായിട്ട് ഇവന്മാർക്ക് ഇച്ചിരി കാപ്പി ഉണ്ടാക്കാനായിട്ട് അന്ന് പാലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. കാച്ചിയ പാല ഇനി ഒന്ന് ചൂടാക്കി അതിൻ്റെ അകത്ത് പൊടിയും കൂടി ഇട്ടാൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി ക്യാപ്സിക്കം കൂടെ ലാസ്റ്റിൽ ചേർത്ത് ആ സവാളയും ക്യാരറ്റും ഒന്ന് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കിന് ഇനി ഒരു ഇച്ചിരി പൊടികളൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാല ഒരു ഇച്ചിരി പേരിന് വേണ്ടി 1/4 ടീസ്പൂണോളം ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന്
നമുക്കൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം കുരുമുളക് പൊടിയുടെയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രയേ ചേർത്തുള്ളൂ, ഒത്തിരി ഒന്ന് എരിയാവാതെ. അപ്പോൾ ഇത് ഇവർക്ക് ഇഷ്ടമായി. പോള് പറയുന്നത് ആദ്യം കഴിക്കുന്നതിനൊക്കെ നമ്മൾ കഴിച്ച് വരുന്നുടനെ കുറേയും കൂടെ നല്ല ടേസ്റ്റായിട്ട് വരുമെന്ന്. അപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പൂടെ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച് ആ കുഞ്ഞു കുഴക്കട്ട പോലെ കുഞ്ഞ് മണി പോലെ ചെറുതായിട്ട്, മണിയല്ല ഇച്ചിരി ഇതാ. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളത് ഒന്ന് അത് ഇങ്ങനെ ഞാനിതിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നെ 10 മിനിറ്റ് ഇഡലി പാത്രത്തിൽ വെച്ച്, സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യാം. റവയാകുമ്പം നമ്മളങ്ങ് വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോവും. അതുപോലുള്ള നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പം പ്രൈസമ്മോൻ ഇന്ന് ടിഫിന് കൊടുക്കാൻ നേരം ഞാൻ ഇതും കൊടുത്തു. പിന്നെ ഏത്തയ്ക്ക വാങ്ങിച്ചായിരുന്നു. അവൻ ഇങ്ങനെ ടിഫിന് കൊടുത്ത് വിടുമ്പം അവനങ്ങ് കഴിക്കും. അല്ലാതാണെങ്കിൽ ചില സമയത്തെ അവൻ തോന്നുവാണെങ്കിൽ അവൻ കഴിക്കാറുള്ളൂ. വലിയവൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് കഴിച്ചതേ ഇല്ല, അവന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് മുറിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പാത്രത്തിലാക്കാനായിട്ട്. പാത്രം വേറെ ഉണ്ട്, കാരണം പിന്നെ ഇവൻ ഈ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം അവൻ്റെ ആ ബാഗ് ഉണ്ടല്ലേ, 3 പാത്രങ്ങൾ വെക്കുന്ന ഇതുപോലുള്ള ടിഫിൻ ബാഗ്, അതിൻ്റെ അകത്താകുമ്പോൾ ഇത് 3ഉം പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങ് ആക്കിയതാണ്. ഇപ്പോൾ ചായ അടപ്പത്ത് വെച്ചായിരുന്നു, അതിങ്ങനെ തിളച്ചു. കുറച്ച് നേരം കൊണ്ട് അതിനെ ഇങ്ങനെ കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ചേക്കുക, കാരണം എൻ്റെ കൈയൊന്നും ഒഴിയണ്ടേ. അതുകൊണ്ട് അവൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇച്ചിരി സാവകാശമൊക്കെ ചായയുടെയൊക്കെ പുറകെ നിൽക്കാം. അപ്പം ഞാൻ ചായയൊക്കെ തിളച്ചു, ഇനിയും ചായയും കൂടെ കുടിക്കാനായിട്ട് എടുക്കട്ടെ, അവർക്കൂടെ കൊടുക്കാനെടുക്കട്ടെ. അവർക്ക് രണ്ടും ചായ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും ചായയൊക്കെ എടുത്തത്. അങ്ങനെ ചായയും എടുത്തു ഞാൻ. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. കോവയ്ക്കയും ഒരു ക്യാരറ്റും കൂടെ അരിഞ്ഞ്, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ സവാളയും അരിഞ്ഞ് അത് ഇങ്ങനെ അടപ്പത്തിട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്താൽ മതി, അതവിടെ കിടന്നോളും. അപ്പം ഈ കൂട്ടാൻ വെപ്പ് പരിപാടി ഇപ്പോൾ ഒരു വല്ലാത്ത ഇതായിട്ട് വന്നേക്കുക. മീനുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ഇച്ചിരി മീൻചാറാന്നേലും കുഴപ്പമില്ല. ഇപ്പം മീനും വിളിച്ച് ചോദിച്ചോണ്ടെങ്കിൽ ഇല്ല, ഈ പ്രോൺസും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പ്രോൺസ് ഇവിടെ എല്ലാവരും കൂട്ടുവാണെങ്കിൽ അതും കുഴപ്പമില്ലായിരുന്നു, അതങ്ങ് വാങ്ങിക്കാമെന്ന് വെക്കായിരുന്നു. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചില സമയത്ത് ഈ പോളിന് ഇഷ്ടമല്ല. ഇവിടെ ഒരിടത്ത് ഈ പുഴമീൻ കിട്ടും, പക്ഷേ ആ ടേസ്റ്റ് അങ്ങോട്ട് ഇച്ചിരി മണ്ണ് ചവച്ച് പോലെ ഉണ്ടല്ലേ, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിക്കാറില്ല. അപ്പം വെള്ളം അനന്നായിരുന്നു, ചൂടായായിരുന്നു. അപ്പോൾ അതിലേക്ക് അരിയും കൂടെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റേച്ചാന് ടിഫിന് കൊണ്ടുപോകാൻ. ഞങ്ങൾ ചപ്പാത്തി വാങ്ങിക്കുന്ന ആൻറ്റിയുടെ മോക്ക് എന്തോ വയ്യാഴി, റേച്ച എന്തോ ഒന്നും ചോദിച്ചില്ല, ഇവിടെ ഇല്ല, അവരവിടെ പോയേക്കുക. അപ്പം ചപ്പാത്തി ആദ്യം 2-3 ദിവസം ഇല്ലെന്ന് പറഞ്ഞ് പിന്നെയും അറിയത്തില്ലെന്ന് കിട്ടുന്നെന്ന്. അപ്പം ഞാൻ അന്നേരം റേച്ചാന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇനിയും ഇവിടെ ഉച്ചയ്ക്ക് അപ്പച്ചനും വേണമല്ലോ, അപ്പം അപ്പച്ചനും പിന്നെ പിള്ളേർക്ക് പിന്നെ ചോറങ്ങ് കൊടുക്കാമെന്ന് വെക്കാം. അപ്പോൾ ഇവർക്ക് രണ്ടിനും കൂടെ ഇനിയും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. വലിയ ഷേപ്പൊന്നുമില്ല ഇന്ന്. ഞാൻ പറഞ്ഞു ഇതാളി ഞാൻ ഞങ്ങളുടെ കോമൺ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാമായിരുന്നു. ഒരു മഹാരാഷ്ട്രീയൻ ആൻറ്റിയുടെ അടുത്താണ് ഞാനിരുന്നത്. അന്നേരം അവർക്ക് ഇഡലി ദോശയൊന്നും അവർക്ക് അരച്ചാലൊന്നും അത്ര അങ്ങോട്ട് ശരിക്ക് കിട്ടത്തില്ല, നല്ല നമ്മുടെ കൂട്ട് സോഫ്റ്റ് ആവത്തില്ല. പക്ഷേ ചപ്പാത്തി അവർ 10 മിനിറ്റ് കൊണ്ട് അവർ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് ചോറ് പരത്താൻ പോലും നമ്മളിങ്ങനെ ചെയ്ത് ഈ ഇപ്പം ഞാൻ കുറേ നാളായില്ലേ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ പോലൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നല്ല കറക്കി നല്ല റൗണ്ടായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി ആദ്യത്തേത് ഇത്തിരി വല്ലാതായിപ്പോയി ഷേപ്പ്, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആശീർവാദ ആട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ നേരത്തെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ട് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് ഇതിനേക്കായി നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ ഇടയ്ക്ക് വല്ല പുട്ടോ അങ്ങനെ കാണാൻ എമർജൻസിക്ക് വല്ല പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിലെന്നും പറഞ്ഞ് ആശീർവാദ ആട്ട വാങ്ങിച്ചാണ്. അപ്പോൾ പോളിന് കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പറയും എനിക്ക് ചപ്പാത്തിയുടെ കൂടെ മതി. അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ ചില സമയത്ത് ദേഷ്യം വരും, ഇന്നതിൻ്റെ കൂടെ ഇന്നതേ കഴിക്കത്തോ. ഞാൻ പറഞ്ഞു വിശപ്പുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഇരുന്നുണ്ടെ ഞാൻ
എനിക്ക് ഇല്ല ടൊമാറ്റോ ഉണ്ടല്ലേ, ടൊമാറ്റോ ചട്നിയല്ല ഞാൻ ഇന്നാളെ ഉണ്ടാക്കില്ല, സവാളയും ഈ ടൊമാറ്റോയുടെ ഇങ്ങനെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റി ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നില്ല. അതുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കൂട്ടാൻ എനിക്ക് ആവശ്യമില്ല. അത് ചൂട് ചോറിൻ്റെ അകത്ത് അത് കഴിക്കുന്നത് നല്ലതാണ്. ഇച്ചിരി പച്ചമുളകൊക്കെ കീറിയിട്ട് കറിവേപ്പിലയും അതിൻ്റെ അകത്ത് ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് നമുക്കൊരു പ്രത്യേക ഇതാണ്. ഞാൻ അന്നേരം ഇന്ന് ടൊമാറ്റോ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവനോട് ഞാൻ ഇടാ വേണമെന്ന് വെച്ചാൽ എനിക്കത് ചപ്പാത്തിയുടെ കൂടെ മതിയെന്ന്. ഞാൻ പറയാം ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, ഒന്ന് കഴിച്ച് നോക്കണമെന്ന് പറഞ്ഞു. കൊച്ചവനും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സവാളയൊന്നും ഇപ്പം വഴറ്റിയിട്ട് പിന്നെ ഇതുകൂടെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കത്തില്ല. അപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയായിരുന്നു. ഇതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ചിന്തിച്ചെന്ന് ഇതൊക്കെ അങ്ങ് വേറൊരു പാത്രത്തിലോട്ടാക്കി വെക്കുമ്പോൾ നമുക്ക് സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ ചില സമയത്ത് നല്ല ഇതാണെങ്കിൽ അങ്ങനെ പാത്രത്തിൽ വെക്കും, അല്ലെങ്കിൽ ചില സമയത്താണെങ്കിൽ അതുപോലെ തന്നെ പാത്രത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഇത്തിരി കളറേ നല്ലതായിട്ടുള്ളൂ, എരിവ് അങ്ങനെ ഇല്ല. ഇച്ചിരി ഉണക്കമീൻ ഇരിപ്പുണ്ട്. ഞങ്ങൾ നാട്ടിലൊക്കെ ഉണക്കമീൻ കറിയൊക്കെ വെക്കുമായിരുന്നു, ഞങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ ഈ എനിക്കും വേണ്ടി മാത്രം ഒരാൾക്കും വേണ്ടി നമ്മൾ ഈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പല കാര്യങ്ങളും അങ്ങ് അവോയ്ഡ് ചെയ്യുന്നത്. ഇവിടെ ഇവർക്ക് ഡാഡിക്കും ഇഷ്ടമല്ല, പിന്നെ പിള്ളേർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചിന്തിക്കും പിന്നെ ഈ ഒരാൾക്കും വേണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ ചിന്തിക്കും അങ്ങ് ഉണ്ടാക്കാൻ ഇച്ചിരിയെന്ന്. പക്ഷേ സമയം അങ്ങോട്ട് ശരിക്ക് കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട്. ഇനിയിപ്പോൾ 12:30 ആകുമ്പോഴേ അവനെ വിളിക്കാം, എല്ലാം റെഡിയാക്കിയിട്ട് അവനെ വിളിക്കാൻ പോകണം. അപ്പോഴത്തേക്കിനും പിന്നെ അവൻ വന്നു, അവനെ കുളിക്കാനൊക്കെ ചെയ്യിപ്പിച്ച് ഈ രാവിലെ 5:30 ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രഞ്ച് ബാത്ത് ചെയ്യത്തേ ഉള്ളൂ, അങ്ങനെ കുളിപ്പിക്കത്തില്ല. ഈ ബസ്സിലിരുന്ന് പിന്നെ കാറ്റടിച്ച് പോവല്ലേ, അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെയാണ് അങ്ങ് മടിക്കുന്നത്. അപ്പം ഞാൻ ആ ടൊമാറ്റോ ഒരു പാത്രത്തിലോട്ടാക്കി. പിന്നെ മെഴുക്ക് വരട്ടിയൊക്കെ ചപ്പാത്തിക്ക് കൊടുത്ത് അതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ഈ പാത്രത്തിലാക്കിയിട്ട്, കാരണം ഇത്രയും വലിയ പാത്രം അവിടെ വെക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ സ്ഥലം അങ്ങ് കുറയും. അതുകൊണ്ട് മെഴുക്ക് വരട്ടിയും കൂടെ ഒന്ന് ഒരു പാത്രത്തിലാക്കി വെക്കട്ടെ. പിന്നെ ഞങ്ങളൊരു ഇതുണ്ടാക്കും, മുളക് പൊടിയും സവാള അരിഞ്ഞത്, ഇച്ചിരി വിനാഗിരി ഒഴിക്കും. പുളി ഞെവിടുവാണെങ്കിൽ പുളി, വിനാഗിരിയും ഇച്ചിരി പുളിക്ക് വേണ്ടി വിനാഗിരി ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ അതൊഴിച്ച് അങ്ങനെ മുളക് ചാലിച്ച് തിന്നുമല്ലേ, അത് പോളിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ടൊമാറ്റോ എങ്ങാണം ചിലപ്പോൾ അരി. അവനും അത് ഭയങ്കര ഇഷ്ടം, മമ്മി അതൊന്നും ഉണ്ടാക്കുമെന്ന് പറയും. ഉലുവാപ്പൊടി തീരാറായിട്ടിരിക്കുമായിരുന്നു, കുറേ ദിവസം കൊണ്ട് ഇന്ന് ഉലുവ വറുത്ത് പൊടിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് എന്തുവാന്നേലും അങ്ങ് വറുത്ത് പൊടിക്കാനായിട്ട് തണുത്തിട്ട് ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പുറത്ത് മോരൂടെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈസനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഡാഡി കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ വന്നതാണ്. അപ്പം ഞാൻ ഡാഡി പോയോ എന്നാണ് ഞാൻ ഈ അതിൽ കൂടെ നോക്കുന്നത്. അപ്പം ഡാഡി വാഷ്റൂമിലോട്ട് പോകാനായിട്ട് നിൽക്കുക. ചൂട് സഹിക്കാൻ തുണി വിരിക്കണം. രാവിലെ കഴുകിയിട്ടതാ, സമയം കിട്ടില്ല. തുണിയും കൂടെ വിരിച്ചിട്ട് പ്ലേസിന് വല്ലതും കൊടുക്കണം. മോരിനി കടുക് വറക്കട്ടെ. ഉച്ചക്കത്തെയൊക്കെ റെഡിയായി, ഇനി തുണിയും കൂടെ വിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.